ഇനി നമ്മൾ നോർമലൈസേഷൻ ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോർമലൈസേഷൻ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതാണ് നോർമലൈസേഷൻ ഇക്വേഷൻ. ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഇത് നമ്മൾ ഓൾറെഡി പൈത്തൺ പഠിച്ചപ്പോൾ പാണ്ടാസ് പഠിച്ച സമയത്ത് പാണ്ടാസ് ആൻഡ് നംപൈ പഠിച്ച സമയത്ത് നംപൈയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫുൾ ഇപ്പൊ നമ്മൾ എല്ലാ വാല്യൂസും ന്യൂമറിക്കിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ. ഇത് കൺവേർട്ട് ചെയ്തെങ്കിലും ഈ എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഈക്വലി മോഡലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിം അതായത് ഒരേപോലത്തെ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സെന്റിമീറ്ററിലും അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ അല്ലെങ്കിൽ കിലോഗ്രാമില് ഗ്രാമില് അങ്ങനെയൊക്കെയാണ് നമുക്ക് വാല്യൂസ് എടുക്കുന്നതെങ്കിൽ നമുക്കതിനെ ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മോഡലിൽ കൊടുക്കാം. അതായത് ഡിഫറെന്റ് യൂണിറ്റിലാവുമ്പോൾ കുറച്ചുകൂടി മോഡലിന് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി പഠിക്കാന്ന് പറഞ്ഞത്. സിസ്റ്റത്തിന് നല്ല രീതിയിൽ നമ്മൾ ഡാറ്റ ക്ലീൻ ചെയ്ത് നല്ല ഫോർമാറ്റിൽ വേണം കൊടുക്കുക. എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ മോഡലിലേക്ക് വാല്യൂസ് പാസ് ചെയ്യണം അത്രത്തോളം നല്ല പ്രഡിക്ഷൻ നമുക്ക് കിട്ടാം അല്ലെ. അപ്പൊ നമുക്കിവിടെ നോർമലൈസേഷൻ ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ വാല്യൂസിനെ ഒരു യൂണിറ്റിലേക്ക് ഒരേപോലത്തെ റേഞ്ച് ഓഫ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈക്വലി ആ ഫീച്ചേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം മോഡലിലേക്ക്. ഓക്കെ, അപ്പൊ എല്ലാ ഫീച്ചേഴ്സിനും ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 0 to 1 വരെയുള്ള റേഞ്ചിലേക്ക് എല്ലാ വാല്യൂസിനെയും കൺവേർട്ട് ചെയ്യാം. മിനിമവും മാക്സിമം വാല്യൂസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നോർമലൈസ് ചെയ്യും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. എക്സ് ഡാറ്റയിലെ മിനിമം വാല്യൂ കൊണ്ടുള്ള ഡിഫറൻസ് എടുക്കും ഈ ഒരു സെക്ഷനിൽ. ദെൻ എക്സ് ഡാറ്റയിലെ മാക്സിമം വാല്യൂയിൽ നിന്ന് മിനിമം വാല്യൂ ഡാറ്റയിലെ മിനിമം വാല്യൂസിന്റെ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത വാല്യൂസ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും 0 to 1 വരെയുള്ള റേഞ്ച്. ഇപ്പൊ നോക്കിയേ, ഈ ഡയഗണൽ, ഹൈറ്റ് ലെഫ്റ്റ്, ഹൈറ്റ് റൈറ്റ്, മാർജിൻ ലോ, മാർജിൻ അപ്പ്, ഇതിലെല്ലാം 0 to 1 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് അല്ലെ. 0.39, 0.21, 0.83, 0.1 ഇങ്ങനെ എല്ലാം ഇവിടെ കണ്ടോ 1. അപ്പൊ 1-ന് ഒന്നും പോയിട്ടില്ല. 0 to 1 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് ആയി കൺവേർട്ട് ആയി എല്ലാ ഫീച്ചേഴ്സും അല്ലെ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ. നോർമലൈസേഷൻ ചെയ്യാൻ മീൻസ് ഈക്വലി എല്ലാത്തിനെയും ഒരേ ഒരു സെറ്റ് ഓഫ് റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. എല്ലാത്തിനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് മോഡലിന് കൊടുക്കുക. കണ്ടോ, അപ്പൊ ഇങ്ങനെ ആയി മാറിപ്പോ നോർമലൈസ്ഡ് വാല്യൂസ് ആയില്ല അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ മോഡൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടാണ് അല്ലെ. ഇതെല്ലാം പ്രീ പ്രോസസ്സിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോ പറയുന്നതെല്ലാം പ്രീ പ്രോസസ്സിംഗ് ആണ്, ഡാറ്റ ക്ലീനിങ്. അപ്പൊ ഡാറ്റ ഇപ്പോൾ നമ്മൾ എന്താ നോർമലൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ മോഡലിലേക്ക് പാസ് ചെയ്യണം. ഏത് മോഡൽ എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന അൽഗോരിതമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇത് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പം SQLൽ ലീനിയർ മോഡൽ എന്ന മൊഡ്യൂളിൽ നിന്ന് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന അൽഗോരിതം നമ്മൾ എടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ലീനിയർ റിഗ്രഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ക്ലീൻ ചെയ്താൽ പിന്നെ സ്പ്ലിറ്റിംഗ് ആണ്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷനിലേക്ക് ഈ ഡാറ്റേനെ എക്സ് ഡാറ്റേനെയും വൈ ഡാറ്റേനെയും എക്സും വൈയും പാസ് ചെയ്യും. ഓക്കെ, ഇവിടെ 20% ആണ് നമുക്ക് ട്രെയിനിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 80% ട്രെയിനിങ്ങിന് എടുക്കും. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന നമ്മുടെ മോഡൽ അൽഗോരിതം ഇനീഷ്യലൈസ് ചെയ്തു. ലോഗ്റെജ് എന്ന ഒരു വാരിയബിൾ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ലോഗ്റെജ് ഡോട്ട് ഫിറ്റ് പറഞ്ഞിട്ട് എക്സ് ട്രെയിനും വൈ ട്രെയിനും എനിക്ക് പാസ് ചെയ്ത് എന്താണ് ഡാറ്റയിലെ 80% ഓഫ് ഫീച്ചേഴ്സും 80% ഓഫ് ഔട്ട്പുട്ടും ട്രെയിൻ ആയിട്ട് പോയിട്ടുണ്ടാവും. ട്രെയിൻ ആവും. ആഫ്റ്റർ ട്രെയിനിങ് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇത് കിട്ടും. അതായത് ലോജിസ്റ്റിക് റിഗ്രഷൻ ട്രെയിൻ ആയി. ഓക്കെ, നമ്മളിവിടെ നമ്മൾ ട്രെയിനിങ്ങിന് കൊടുത്തു. ലോജിസ്റ്റിക് റിഗ്രഷൻ ട്രെയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, ടെസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മളിവിടെ ലീനിയർ റിഗ്രഷൻ ചെയ്ത പോലെ നമുക്ക് പ്രിഡിക്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എക്സ് ഡാറ്റേനെ പാസ് ചെയ്യാം.